ഒരു കൂട്ടം കാട്ടുപശുക്കൾ ഒരു മരത്തിൽ നിറയെ പഴങ്ങൾ കണ്ടു. പഴങ്ങൾ പറിക്കാനായി എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ ആർക്കും തന്നെ ഒരു പഴം പോലും പറിക്കാൻ സാധിച്ചില്ല. അപ്പോൾ അവരിൽ ഒരാൾ വ്യത്യസ്തമായി ചിന്തിച്ചു. ഒരു കല്ല് തള്ളിക്കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ കയറി പഴം പറിക്കാൻ ശ്രമിച്ചു. ആ പശുവിന് ഒരു പഴത്തിൽ തൊടാൻ സാധിച്ചു. ആ നിമിഷം എല്ലാ പശുക്കളും പിന്നിലേക്ക് മാറി. പ്രചോദനവുമല്ല ആരാധനയുമല്ല അവിടെ ഉണ്ടായത്, അസ്വസ്ഥതയാണ്. ഇവൻ മാത്രം വിജയിക്കണം എന്ന് മറ്റുള്ളവർ ചിന്തിച്ചു തുടങ്ങി. ഒരുമിച്ച് പരാജയപ്പെട്ട ഒരു കൂട്ടത്തിന് ഒരാൾ മാത്രം വിജയിക്കുന്നത് സഹിക്കാനായില്ല. അവനെ അവർ താഴെ ഇറക്കി കല്ല് തള്ളി മാറ്റി. ആ ശ്രമിച്ച പശു നിലത്ത് വീണ് പരിക്കേറ്റു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടുത്തെ അന്തരീക്ഷം ശാന്തമായി. അവർ വിജയിച്ചതുകൊണ്ടല്ല, ആരും മറ്റൊരാളെക്കാൾ മുന്നിലെത്താത്തതിനാലാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു ആന വന്നു. ആന തല ഉയർത്തി തുമ്പിക്കൈ കൊണ്ട് വളരെ എളുപ്പത്തിൽ പഴങ്ങൾ പറിച്ചു. ഇത്തവണ അവനെ ആരും ആക്രമിച്ചില്ല, അവനെ ആരും എതിർത്തുമില്ല. പകരം അവരെല്ലാം തലകുനിച്ചു, ആനയെ ആദരിച്ചു. ആന താഴെയിട്ട പഴങ്ങൾ സ്വീകരിക്കാൻ പോലും അവർക്ക് അഭിമാനം തോന്നി. ഇതാണ് ജീവിതത്തിന്റെ സത്യം. നിങ്ങൾ കൂട്ടത്തിൽ നിന്നും കുറച്ച് മുന്നേറിയാൽ നിങ്ങളൊരു ഭീഷണിയാവും. ആർക്കും നിങ്ങളെ തൊടാൻ പോലും പറ്റാത്ത ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ ആദരിക്കപ്പെടും. അസൂയ എന്നത് നിങ്ങളുടെ വിജയത്തെക്കുറിച്ചല്ല, നിങ്ങളുടെ വിജയം അവർക്ക് കാട്ടിക്കൊടുക്കുന്ന സത്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ വിജയിക്കുമ്പോൾ അവരുടെ പരാജയ കാരണങ്ങൾ ശരിയല്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമാവും. നിങ്ങളുടെ വിജയം അവരുടെ കംഫർട്ട് സോണിനെ തകർക്കും. അവർ പറ്റില്ല എന്ന് കരുതിയത് നിങ്ങൾ ചെയ്യുമ്പോൾ അവർ ഡിസ്റ്റർബ്ഡ് ആവും. നിങ്ങൾ വിജയിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും പ്രശ്നം സാഹചര്യത്തിലല്ല, ശ്രമത്തിലായിരുന്നു എന്ന്. അതിനാൽ ഇടയിൽ നിൽക്കരുത്, കുറച്ച് മാത്രം മുന്നിലാകരുത്, വ്യത്യസ്തമായി തോന്നാൻ മാത്രം ശ്രമിക്കരുത്. കാരണം കൂട്ടം എപ്പോഴും നിങ്ങളെ താഴെ ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ നിങ്ങൾക്ക് എല്ലാവരോടുമൊപ്പം സാധാരണക്കാരനെ ജീവിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ആർക്കും താഴെ ഇറക്കാൻ പറ്റാത്ത അത്രയും ഉയരത്തിലേക്ക് ഉയരുക. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.